ജോലിയും ഗൃഹകാര്യങ്ങളും ഒരുമിച്ച് എങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത് അതേപോലെ പ്രാധാന്യം തന്നെയാണ് ആധ്യാത്മിക കാര്യത്തിൽ ഈശ്വര പൂജയിലും അതും ഒരുമിച്ച് കൊണ്ട് നടക്കണം. അപ്പോൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഈശ്വരന് സമർപ്പിച്ച് ചെയ്താൽ അതെല്ലാം ഈശ്വര പൂജയായി. അതിന് വേറെ സമയം കളയേണ്ടതില്ല. അങ്ങനെ അതും വേണം. ആത്മചിന്ത ഇല്ലാത്തവർക്ക് എന്തുണ്ടാവും? ഈശ്വര പ്രേമത്തിൻ്റെ മാധുര്യം അറിയാൻ സാധിക്കില്ല. എങ്ങനെയായാലും സാധിക്കില്ല. അത് അറിവില്ലാത്തവരാണ് നമുക്ക് ഈ പലരും നമ്മളെ പരിഹസിക്കണതും ഓരോന്ന് പറയണതൊക്കെ. അപ്പം നമുക്കെന്താ ദുഃഖം വരണത്? നമുക്ക് എന്തോ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇതെല്ലാം ഈശ്വരൻ്റെ ആ നാമം ജപിക്കുന്നതും ഒക്കെ നമുക്ക് ഏതൊക്കെയോ കാര്യത്തിൽ നമുക്ക് കുറച്ചെങ്കിലും അല്പെങ്കിലും ഒരു